Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയ്ക്ക് പ്രധാന പരിഗണന നൽകി പയ്യന്നൂർ നഗരസഭ 2024-25 വാർഷിക ബജറ്റ്. 10 കോടിയോളം രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അവതരിപ്പിച്ചത്. പരിഗണന വേണ്ടവർക്കെല്ലാം ബജറ്റിൽ അർഹമായ തുക അനുവദിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. എന്നാൽ നഗരസഭയിൽ തുടർന്നു വരുന്ന ഭരണസ്തംഭനം ആവർത്തിക്കുമെന്ന് പുതിയ ബജറ്റിലൂടെ വ്യക്തമായെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. പാർട്ടി പറഞ്ഞാൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് K സുധാകരൻ. 2 പദവികൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ പ്രയാസം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും K സുധാകരൻ തളിപ്പറമ്പിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. BRCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ ഇൻക്ലൂസീവ് കായികമേളയുടെ അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കമായി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരിങ്കളിയാട്ട ഭാഗമായി പ്രസിദ്ധീകരിച്ച സുവനീർ കഴകസന്നിധിയിൽ പത്മശ്രീ അവാർഡ് ജേതാക്കളായ VP അപ്പക്കുട്ട പൊതുവാൾ, EP നാരായണൻ പെരുവണ്ണാൻ, സത്യനാരായണ മണിയാണി എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയ്ക്ക് പ്രധാന പരിഗണന നൽകി പയ്യന്നൂർ നഗരസഭ 2024-25 വാർഷിക ബജറ്റ്. യുവജനക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം എന്നിവയ്ക്കും ബജറ്റിൽ പ്രത്യേക പരിഗണനയുണ്ട്. 10 കോടിയോളം രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അവതരിപ്പിച്ചത്. പയ്യന്നൂർ നഗരസഭ 2024-25 വർഷത്തെ ബജറ്റിൽ കാർഷികം, യുവജനക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം മേഖലകൾക്ക് മികച്ച പരിഗണനയാണ് നൽകിയത്. നഗരസഭയുടെ സമഗ്ര വികസനത്തിനുള്ള കാഴ്ചപ്പാടോടെ അവതരിപ്പിച്ച ബജറ്റിൽ വിവര വിനിമയ രംഗത്തെ പുതുചലനങ്ങളുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതികളും മുന്നോട്ട് വെക്കുന്നു. ലൈഫ് ഭവന പദ്ധതി, സ്ത്രീ പദവി ഉയർത്തൽ, വയോജനക്ഷേമം, പാലിയേറ്റീവ് പരിചരണം തുടങ്ങിയ മേഖലയിലും നൂതന പദ്ധതികളും പരിഗണനയും നൽകുന്നു എന്നതാണ് വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അവതരിപ്പിച്ച ബജറ്റിന്റെ പ്രത്യേകത. 2024-25 വർഷത്തിൽ 124,95,10,765 രൂപ വരവും 114,95,50,601 രൂപ ചെലവും 9,99,60,164 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത്. സമൂഹത്തിൽ ഏറെ പരിഗണന അറിയിക്കുന്ന വിഭാഗക്കാരായ വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് നഗരസഭ പ്രാവർത്തികമാക്കി വരുന്നത്. കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്ന സ്വാതന്ത്ര്യ പരിചരണ പരിപാടി 12 വർഷം തൊട്ട് ഒരു യൂണിറ്റ് കൂടി കൂടുതലായി ആരംഭിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു എന്നത് അഭിമാനപൂർവ്വം അറിയിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളിലൂന്നി നിൽക്കുമ്പോഴും ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതുണ്ട്. കാർഷിക മേഖലയ്ക്ക് 1,12,26,000 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷി, തെങ്ങ്, വാഴ, പച്ചക്കറി എന്നീ കൃഷികൾക്കായി പരിഗണന നൽകിയിട്ടുണ്ട്. അംഗനവാടി കുട്ടികൾക്ക് പോഷകാഹാര വിതരണത്തിനായി 1,25,00,000 രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചത്. നഗരസഭയ്ക്കകത്തെ 7,000 കുടുംബങ്ങൾക്ക് കൂടി കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ കേരള വാട്ടർ അതോറിറ്റിക്ക് നഗരസഭാ വിഹിതമായി നൽകാനായി 1,50,00,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്.
പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി സൗകര്യമൊരുക്കാൻ 20 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചു. പട്ടികജാതി വിഭാഗക്കാർക്ക് കോറം വില്ലേജിൽ ആരംഭിച്ച ജൈവഗ്രാമം പദ്ധതിയിൽ പശുഫാം, കൃഷി തുടങ്ങിയവ ആരംഭിച്ച് പട്ടികജാതിക്കാരായ കുടുംബങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് 30 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ വൃക്ക രോഗികൾക്ക് ആശ്വാസമേകാൻ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുമ്പോൾ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ആവർത്തന ചെലവുകൾക്കായി 40 ലക്ഷം രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. കണ്ടോത്ത് ആയുർവേദ ആശുപത്രിയിൽ മരുന്നെത്തിക്കുന്നതിനായി 35 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് 20 ലക്ഷം രൂപയും പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി 5 കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പിനായി 43 ലക്ഷം രൂപയാണ് ബജറ്റിൽ അനുവദിച്ചത്. നഗരസഭാ പരിധിയിലെ റോഡുകളുടെ ടാറിംഗ്, റീടാറിംഗ്, ഫോർമേഷൻ, ഓവുചാൽ നിർമ്മാണം എന്നിവയ്ക്കായി 14,28,04,000 രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ ആമുഖ പ്രസംഗത്തോടെയാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V ബാലൻ, C ജയ, സജിത, T വിശ്വനാഥൻ, സമീറ ടീച്ചർ, പ്രതിപക്ഷ കക്ഷി നേതാവ് KK ഫൽഗുനൻ, ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ നഗരസഭ 2024-25 വർഷത്തെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്കാണ് പ്രധാന പരിഗണന നൽകിയിരിക്കുന്നത്. ഒപ്പം നഗരസഭയുടെ വിവിധ മേഖലകളുടെ വികസന പ്രവർത്തനങ്ങൾക്കും തുക അനുവദിച്ചിട്ടുണ്ട്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അവതരിപ്പിച്ച ബജറ്റിൽ നഗരസഭയുടെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിന് 5 കോടി ഉൾപ്പെടെയുള്ള തുക അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാനായി ജൈവഗ്രാമത്തിന് 30 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം വിവിധ പദ്ധതികൾക്ക് നല്ല പരിഗണനയാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത് എന്നാണ് ഭരണപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം. അതായത് ഒരു അവകാശവാദം ഭരണപക്ഷം അങ്ങനെയാണ് ഉന്നയിക്കുന്നത്. എല്ലാ മേഖലകൾക്കും, നഗരസഭയുടെ എല്ലാ മേഖലകളിലേക്കും സമഗ്രമായ വികസനം ലക്ഷ്യം വെക്കുന്നതാണ് 2024-25 വർഷത്തെ ബജറ്റ് എന്നാണ്. എന്നാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം സർക്കാരിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന നിലയിൽ, അതായത് നിർവഹണ ഏജൻസി എന്ന നിലയിൽ മാത്രമായി നഗരസഭ ചുരുങ്ങിപ്പോകുന്നു. പ്രത്യേക പുതുമയുള്ള ഒരു പദ്ധതികളും ഈ തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇത്തവണ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്നും പുതിയ ബജറ്റിൽ നിർദ്ദേശങ്ങളായി വന്നിട്ടുമില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും നഗരസഭ അവതരിപ്പിച്ച ബജറ്റിൽ എല്ലാ മേഖലകളെയും ഏതായാലും ഉൾക്കൊണ്ടിച്ചിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടമന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. നഗരസഭയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിക്കുന്ന ബജറ്റാണ് ഇത്തവണത്തേതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത. പരിഗണന വേണ്ടവർക്കെല്ലാം ബജറ്റിൽ അർഹമായ തുക അനുവദിച്ചിട്ടുണ്ടെന്നും KV ലളിത പറഞ്ഞു. എന്നാൽ നഗരസഭയിൽ തുടർന്നുവരുന്ന ഭരണസ്തംഭനം ആവർത്തിക്കുമെന്ന് പുതിയ ബജറ്റിലൂടെ വ്യക്തമായെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. സമൂഹത്തിൽ ഏറെ പരിഗണനയും ശ്രദ്ധയും ആവശ്യമായ വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചാണ് പയ്യന്നൂർ നഗരസഭ 2024-25 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ, സ്ത്രീകൾ, അംഗനവാടി കുട്ടികൾ എന്നിവർക്കെല്ലാം ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ബഡ്ജറ്റിൽ സമൂഹത്തിൽ ഏറെ പരിഗണനയും ശ്രദ്ധയും ആവശ്യമുള്ള വിഭാഗങ്ങളായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ, അംഗൻവാടി മേഖലയിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾക്കെല്ലാം ഏറെ പരിഗണന നൽകുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് നഗരസഭ ഈ ബഡ്ജറ്റിനെ കണ്ടിട്ടുള്ളത്. അതേ നിലയിൽ തന്നെ കാർഷിക മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം, പശ്ചാത്തല മേഖലകൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കേരള ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾക്കെല്ലാം അനുസരിച്ച് തന്നെയാണ് നഗരസഭയും പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായും പയ്യന്നൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് നഗരസഭയ്ക്കുള്ളത്. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ മികച്ച പ്രാധാന്യമാണ് നൽകിയതെന്നും KV ലളിത പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നഗരസഭയിൽ തുടരുന്ന ഭരണസ്തംഭനം ഇനിയും തുടരും എന്നതിൻ്റെ ഉദാഹരണമാണ് പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റെന്ന് പ്രതിപക്ഷ കക്ഷി നേതാവ് KK ഫൽഗുനൻ പറഞ്ഞു. കാൽനൂറ്റാണ്ടായി പുതിയ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ച നടപടികൾ നടക്കുകയാണ്. എന്നാൽ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. സമാനമാണ് ലൈഫ്, സ്റ്റേഡിയം, ജൈവഗ്രാമം പദ്ധതികളെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നടത്തി വരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളുടെ അവരുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ നടപ്പിലാക്കിക്കൊണ്ടു പോകുന്ന ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി, ഒരു നിർവഹണ ഏജൻസി മാത്രമായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഈ പയ്യന്നൂരിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം. ഈ ദുര്യോഗം തുടർന്നു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള വികസന സാധ്യതകളും നമ്മുടെ മുന്നിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ്.
സർക്കാരിൻ്റെ നിർവഹണ ഏജൻസി എന്നതിനപ്പുറം പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാർട്ടി പറഞ്ഞാൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് കെ സുധാകരൻ. 2 പദവികൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ പ്രയാസം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും കെ സുധാകരൻ തളിപ്പറമ്പിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ കെ സുധാകരൻ മത്സരിക്കേണ്ടതില്ലെന്നാണ് തന്റെ വ്യക്തിപരമായ തീരുമാനം. 2 പദവികൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ പ്രയാസം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. പാർട്ടി എന്നോട് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പാർട്ടിക്കാരനാണ്. മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കലല്ലേ അച്ചടക്കമുള്ള പാർട്ടിക്കാരൻ്റെ. ഞാൻ എന്ത് പറയുന്നു പാർട്ടി പറഞ്ഞ് ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഈ 2 പോസ്റ്റും കൊണ്ടുപോകാൻ പ്രയാസമുള്ളത് കൊണ്ട് ഒരു പോസ്റ്റിലേക്ക് തന്നെ ഒതുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനോട് എൻ്റെ ACC നേതൃത്വം എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയാം. അത് സ്വാഭാവികമായി ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകന്മാർ ആവശ്യപ്പെടും. അതിപ്പം മാറ്റം നിൽക്കണമെന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ്. മയക്കുവെടിവെക്കുന്ന മൃഗങ്ങൾ മരിക്കുന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്നും കാര്യക്ഷമതയില്ലാത്ത വനമന്ത്രി രാജിവെക്കണമെന്നും കെ സുധാകരൻ തളിപ്പറമ്പിൽ പറഞ്ഞു. BRCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ ഇൻക്ലൂസീവ് കായികമേളയുടെ അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കമായി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരുന്ന മാർച്ച് പാസ്റ്റോടെയായിരുന്നു അത്ലറ്റിക് മത്സരങ്ങളുടെ തുടക്കം. ജില്ലയിലെ 15 BRCകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരുന്നു. കണ്ണൂർ സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡുമേളം മാർച്ച് പാസ്റ്റിന് പ്രൗഢിയേകി. ദേശീയ കായിക താരം KM ഗ്രീഷ്മ സല്യൂട്ട് സ്വീകരിച്ചു. ദേശീയ ഫുട്ബോൾ താരം സബിത പൂവട്ട ദീപശിഖ ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ പതാക ഉയർത്തലും ഉദ്ഘാടനവും നിർവഹിച്ചു. വലിയ വെയിലുകളൊക്കെ നിർത്തിക്കൊണ്ട് സംസാരിക്കാൻ മുതിരുന്നില്ല. ഇവിടെ സർവശിക്ഷ കേരള നടത്തുന്ന ഇൻക്ലൂസീവ് കായികമേള 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ കായികപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം മാനസികാരോഗ്യം കൂടിയാണ് ഇത്തരം മേളകൾ നൽകുന്നതെന്ന് മേയർ പറഞ്ഞു. കണ്ണൂർ DEO TV അജിത, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EC വിനോദ്, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ PP മുഹമ്മദ് അലി, SSK DPO രാജേഷ് കടന്നപ്പള്ളി, കണ്ണൂർ സൗത്ത് DPC R വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ട ഭാഗമായി പ്രസിദ്ധീകരിച്ച കാപ്പാട്ട് എന്ന പേരിലുള്ള സുവനീർ കഴകസന്നിധിയിൽ വെച്ച് പ്രകാശനം ചെയ്തു. പത്മശ്രീ അവാർഡ് ജേതാക്കളായ VP അപ്പുക്കുട്ട പൊതുവാൾ, EP നാരായണൻ പെരുവണ്ണാൻ, സത്യനാരായണ മണിയാണി എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. കഴകം തൊട്ട് വളരുകയും വികസിക്കുകയും ചെയ്ത ആശയങ്ങളും വ്യക്തികളും മറ്റ് സംരംഭങ്ങളും കാപ്പാട്ട് സ്മരണകിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതം പൂർണ്ണമായും കഴകത്തിനും ആചാര അനുഷ്ഠാനങ്ങൾക്കുമായി ഒഴിഞ്ഞുവെച്ച സ്ഥാനികന്മാർ തെയ്യത്തെ അരങ്ങിലെത്തിച്ച് ജീവിതം മുഴുവൻ അരങ്ങ് നിറഞ്ഞാടി നാടിനും നാട്ടുകാർക്കും അനുഗ്രഹം ചൊരിഞ്ഞ കനലാടിമാരുടെ ജീവിതാനുഭവങ്ങൾ, കഴകമുറ്റത്ത് കളിച്ചു വളർന്ന മുത്തശ്ശിമാർ, കഴകം കോയ്മമാർ, കഴിഞ്ഞ പെരുങ്കളിയാട്ടത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരൊക്കെ സുവനീറിലെ എഴുത്തുകാരാണ്. ഇവർക്കൊപ്പം മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, സാഹിത്യകാരന്മാർ, സിനിമാ താരങ്ങൾ, സംവിധായകർ തുടങ്ങിയവരെല്ലാം തെയ്യം കണ്ട അനുഭവങ്ങൾ ഈ സുവനീറിൽ എഴുതിയിട്ടുണ്ട്. കഴകത്തിനു ചുറ്റുമുള്ള ക്ഷേത്രങ്ങൾ, കഴകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തറവാടുകൾ, മറ്റ് തറവാടുകൾ, പെരുങ്കളിയാട്ടത്തിന് പഞ്ചസാരക്കലം സമർപ്പിക്കുന്ന കേളോത്ത് മുസ്ലിം തറവാട്, കഴകമുറ്റത്തെ ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങൾ, ഇവയുടെയൊക്കെ ചരിത്രവും ഐതിഹ്യ പെരുമകളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം എഴുതി തുടങ്ങിയവരുടെ കുറിപ്പുകൾ ചേർത്ത ആലില കാപ്പാട്ട് എന്ന പേരിൽ മറ്റൊരു സുവനീർ കൂടി ഇതിനൊപ്പമുണ്ട്. പത്മശ്രീ അവാർഡ് ജേതാക്കളായ VP അപ്പുക്കുട്ട പൊതുവാൾ, EP നാരായണൻ പെരുവണ്ണാൻ, സത്യനാരായണ മണിയാണി എന്നിവർ, കണ്ണമംഗലം കഴകം പ്രസിഡന്റ് ഗോപാലൻ പുതിയടത്ത്, കല്യോട്ട് കഴകം പ്രസിഡന്റ് കല്യോടൻ ദാമോദരൻ, മുളവന്നൂർ കഴകം പ്രസിഡന്റ് മലയാക്കോട്ട് വിശ്വനാഥൻ എന്നിവർക്ക് നൽകി സുവനീർ പ്രകാശനം ചെയ്തു. പത്മശ്രീ ജേതാക്കളെ ശിവരാമൻ മേസ്ത്രി, TV രാമചന്ദ്രൻ പണിക്കർ, TK മുരളീദാസ് എന്നിവർ ആദരിച്ചു. സുവനീർ അണിയറ പ്രവർത്തകരെ അഡ്വക്കേറ്റ് MV അമരേശനും, എഴുത്തുകാരായ അമ്മമാരെ കരിമ്പിൽ കൃഷ്ണൻ, തെക്കടവൻ നാരായണൻ മണിയാണി, TV രാഘവൻ, മന്ത്യൻ ഗംഗാധരൻ എന്നിവരും, ആചാരക്കാരെയും കോലധാരികളെയും കണ്ണോത്ത് ജനാർദ്ദനൻ, മണക്കാട്ട് രാമചന്ദ്രൻ, മാട്ടുമൽ രാമചന്ദ്രൻ, V രാമചന്ദ്രൻ, പുതിയടത്ത് ബാലകൃഷ്ണൻ എന്നിവരും ആദരിച്ചു. PU രാജൻ അധ്യക്ഷത വഹിച്ചു. T ഭരതൻ സ്വാഗതം ആശംസിച്ചു.
തൃക്കരിപ്പൂർ സൂര്യജിത്ത് പ്രകാശനും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ലിഫ്റ്റ് ഏർപ്പെടുത്തുന്നു. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 2-ാം പ്ലാറ്റ്ഫോമിലെത്താൻ മേൽപ്പാലമുണ്ടെങ്കിലും ഇതിലൂടെ നടന്നു കയറാൻ പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഏറെ പ്രയാസപ്പെടാറുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ലിഫ്റ്റ് ഏർപ്പെടുത്തുന്നത് ഏറെ സഹായകമാകും. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ 2 പ്ലാറ്റ്ഫോമുകളിലും ലിഫ്റ്റ് ഏർപ്പെടുത്തുന്ന പ്രവർത്തനം ആരംഭിച്ചു. വരുമാനത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രധാന സ്റ്റേഷനുകളിലൊന്നാണ് പഴയങ്ങാടി. 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 2-ാം പ്ലാറ്റ്ഫോമിലെത്താൻ മേൽപ്പാലമുണ്ടെങ്കിലും ഇതിലൂടെ നടന്നു കയറാൻ പ്രായമായവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ പ്രയാസം നേരിടുന്നതെന്ന് കണ്ടറിഞ്ഞാണ് ലിഫ്റ്റ് ഏർപ്പെടുത്തുന്നത്. തീരദേശ പഞ്ചായത്തുകളായ മാടായി, മാട്ടൂൽ പ്രദേശങ്ങളിലെ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന സ്റ്റേഷനുകളിലൊന്നാണിത്. മാടായിക്കാവിലേക്കുൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ എത്തുന്നത് പഴയങ്ങാടി സ്റ്റേഷനിലേക്കാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം സ്റ്റേഷനിലെ യാത്രാ സൗകര്യവും വികസനവും വിലയിരുത്തുവാൻ ചെയർമാൻ PK കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി സന്ദർശനം നടത്തിയ വേളയിൽ പഴയങ്ങാടി റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഇതിനു വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കുകയും മറുപടി ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് റെയിൽവേ ബോർഡ് നിർമ്മാണ തുക വകയിരുത്തിയതിനെ തുടർന്നാണ് ലിഫ്റ്റ് നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KP ചന്ദ്രാംഗതൻ പറഞ്ഞു. ഇപ്പോൾ പഴയങ്ങാടി അവഗണിക്കപ്പെട്ട പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വമ്പിച്ച യാത്രക്കാരുടെ ആധിക്യവും വരുമാനത്തിന്റെ ആധിക്യവും ഉണ്ടായിട്ട് പോലും അവഗണിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് തിരികെ വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അത് പരിഗണിക്കുന്ന ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഈ പഴയങ്ങാടിക്ക് മാത്രമേ ഇത് അനുവദിച്ചിട്ടുള്ളൂ. അതിന്റെ കാരണം റെയിൽവേ യാത്രാ ടിക്കറ്റിന്റെ വമ്പിച്ച വർധനവും യാത്രക്കാരുടെ എണ്ണത്തിന്റെ വർധനവുമാണ്. അത് പരിഗണിക്കുകയാണെങ്കിൽ നിശ്ചയമായും പല തീവണ്ടികൾക്കും ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ അടിസ്ഥാന വികസനത്തോടൊപ്പം കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഉൽപാദന മേഖലയ്ക്കും ശുചിത്വത്തിനും ഊന്നൽ നൽകി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ശുചിത്വത്തിനും ഊന്നൽ നൽകിയ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ അവതരിപ്പിച്ചു. നമ്മുടെ തനത് വരുമാനത്തിന്റെ മുഖ്യ സ്രോതസ്സായ നികുതി പിരിച്ചെടുക്കുന്നതിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ആണ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2022-23 സാമ്പത്തിക വർഷം പദ്ധതി വിഹിതം 100% ചെലവഴിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തനം നടത്തിയ ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ നേട്ടം കൈവരിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാല വികസന പ്രവർത്തനങ്ങൾ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോഴാണ് പരമാവധി എല്ലാ മേഖലയിലും എത്തിപ്പെടുവാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. പദ്ധതി വിഹിതവും ലഭ്യമാക്കുന്ന മറ്റ് ഫണ്ടുകളും ഗ്രാന്റുകളും കൂടാതെ തനത് ഫണ്ടും കാര്യക്ഷമമായി ഉപയോഗിച്ചാലും മാത്രമേ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്താൻ സാധിക്കുകയുള്ളൂ. കാർഷിക മേഖലയ്ക്കായി 55,65,500 രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ 12,05,000 രൂപയും വകയിരുത്തി. മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾക്കായി 9,47,400 രൂപയും ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണ പുനരുദ്ധാരണ പദ്ധതികൾക്കായി 5,31,17,000 രൂപയും വകയിരുത്തി. പട്ടികജാതി വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് 1,10,47,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആകെ വരവ് 24,43,50,317 രൂപയും ആകെ ചെലവ് 23,97,35,728 രൂപയും നീക്കിയിരിപ്പ് 46,14,558 രൂപയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ആമുഖ ഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ബേബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശോഭ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ മാസ്റ്റർ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV ദീപു, ആസൂത്രണ സമിതി അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കരുണാകരൻ മാസ്റ്റർ, K ശോഭ, ജിഷ ബേബി, വാർഡ് മെമ്പർമാരായ മുരളീധരൻ, ലക്ഷ്മണൻ, T സൈബുന്നീസ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV റീന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV ദീപു, ആസൂത്രണ സമിതി ചെയർമാൻ A ശ്രീധരൻ മാസ്റ്റർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV കൃഷ്ണൻ നായർ, ആസൂത്രണ സമിതി അംഗം TV വിജയൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KV പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
വെള്ളോറ AUP സ്കൂൾ ലൈബ്രറി ഉദ്ഘാടനവും സംസ്ഥാന കലോത്സവ കായിക പ്രതിഭകൾക്കുള്ള ആദരവും സമ്മാനദാനവും നടന്നു. കഥാകൃത്ത് അംബികാസുധൻ മാങ്ങാട് സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളോറ AUP സ്കൂൾ ലൈബ്രറി ഉദ്ഘാടനവും സംസ്ഥാന കലോത്സവ കായിക പ്രതിഭകൾക്കുള്ള ആദരവും സമ്മാനദാനവും നടന്നു. കഥാകൃത്ത് അംബികാസുധൻ മാങ്ങാട് ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു. മലയാളത്തിൽ എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. വായന കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ അബദ്ധമാണ്. മലയാളത്തിൽ എത്രമാത്രം പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്നറിയാമോ? ഒരു ദിവസം തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം വേറെ കുറെ ലൈബ്രറികളിലൊക്കെ കെട്ടിവെക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ തന്നെ ഒരു പുസ്തകം ഒരു കഥ ഇറക്കുമ്പോൾ എനിക്കറിയാം എത്ര മാത്രം പ്രതികരണങ്ങൾ വരുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ പ്രശസ്തരായ എഴുത്തുകാരുടെ കൃതികൾ എത്രമാത്രം വായിക്കപ്പെടുന്നുണ്ടാവും? ധാരാളം വായിക്കപ്പെടുന്നുണ്ട്. കുട്ടികൾ വായിക്കുന്നുണ്ട്. ഇവിടെ എൻമകജയെ കുറിച്ച് പറഞ്ഞല്ലോ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് 2010 അമ്പലത്തറ സ്കൂളിൽ പോയപ്പോൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. മിഥുന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ സംസ്ഥാന കലോത്സവ കായിക പ്രതിഭകൾക്കുള്ള ആദരവും സമ്മാനദാനവും നിർവഹിച്ചു. ചടങ്ങിൽ ഗിരീഷ് കൊയ്പ്ര അധ്യക്ഷത വഹിച്ചു. വെള്ളോറ AUP സ്കൂൾ മാനേജർ വിനോദ് ചന്ദ്രൻ ആദ്യ പുസ്തക വിതരണം നിർവഹിച്ചു. സ്കൂൾ ലീഡർ ദിയ സന്തോഷ് പുസ്തകം ഏറ്റുവാങ്ങി. സ്കൂൾ ഹെഡ് മിസ്റ്റർ K സുരേന്ദ്ര ടീച്ചർ, എരവംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ M രാധാകൃഷ്ണൻ മാസ്റ്റർ, പ്രേമ സുരേഷ്, പയ്യന്നൂർ AEO PP രത്നാകരൻ മാസ്റ്റർ, പയ്യന്നൂർ ബ്ലോക്ക് BPC KC പ്രകാശൻ മാസ്റ്റർ, CB ഗീത ടീച്ചർ, KP അപ്പനു മാസ്റ്റർ, KV രാമചന്ദ്രൻ മാസ്റ്റർ, ജോളി ബിബിൻ, M ബീന ടീച്ചർ, നിത്യ വിനീത, M ജയരാജൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. KSSPU 32ാമത് പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് വാർഷിക സമ്മേളനം അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് 32ാം വാർഷിക സമ്മേളനം അന്നൂർ മഹാവിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. സായന്തനങ്ങളിൽ നമുക്കെല്ലാം നമ്മുടെ വാർദ്ധക്യ കാലങ്ങളിൽ നമ്മളെല്ലാം ഒരു ഒറ്റപ്പെട്ട പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ കുടുംബം എന്ന് പറയുന്നത് നമുക്കൊരു ജോലിയായി കഴിഞ്ഞാൽ, നമുക്കൊരു വരുമാനമായി കഴിഞ്ഞാൽ, നമ്മളെ ഒരു വീട് കെട്ടി അതിനേക്കാൾ വലിയൊരു മതിലും ആ വീടിന് ചുറ്റും കെട്ടി അതിനേക്കാൾ വലിയൊരു മതില് നമ്മുടെ മനസ്സിനകത്തും കെട്ടി ജീവിക്കുന്ന മുനിസിപ്പൽ ബ്ലോക്ക് പ്രസിഡന്റ് NK രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KK രാജലക്ഷ്മി, KV കുഞ്ഞിരാമൻ, MV ഗോവിന്ദൻ, A രാമചന്ദ്രൻ, PV ചാത്തുക്കുട്ടി, P ജനാർദ്ദനൻ, PV ലക്ഷ്മണൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രസിഡന്റായി NK രാഘവൻ മാസ്റ്ററെയും സെക്രട്ടറിയായി NV കുഞ്ഞിരാമനെയും ട്രഷററായി P കൃഷ്ണനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുളപ്പുറം കണ്ണോത്ത് തറവാട് ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 15, 16 തീയതികളിൽ നടക്കും. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ അശോകൻ സ്മൃതി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന സ്മൃതി സദസ് EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന അശോകൻ സ്മൃതി സദസ് EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നവചരിത്രവാദം എന്നൊരു ആശയം വരുമ്പോൾ അത് ഇതിൻ്റെയൊക്കെ ചരിത്രം വരുമല്ലോ. വസ്ത്രത്തിൻ്റെ ചരിത്രം, ശബ്ദത്തിൻ്റെ ചരിത്രം. ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ചെയ്യാൻ വിചാരിക്കുന്ന ചെയ്ത് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന പോലെ സൗണ്ട്സ്കേപ്പും ഉണ്ട്. ആ വാക്ക് 19 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന വാക്കാണ്. നമ്മൾ അങ്ങനെ പരിചയിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ലാൻഡ്സ്കേപ്പ് ഒരു ഭൂഭാഗ ദൃശ്യം. അതേപോലെ സൗണ്ട്സ്കേപ്പ് ഉണ്ട്. പയ്യന്നൂരിന് ഒരു മാറുന്ന സൗണ്ട്സ്കേപ്പ് ഉണ്ട്. പണ്ട് ഞങ്ങളുടെ പയ്യന്നൂർ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത്, ഞാൻ 79 മുതൽ 82 വരെയാണ് ഇവിടെ പഠിച്ചത്. KU രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KM രാജാറാം, KU യതീന്ദ്രൻ, KV പ്രശാന്ത്കുമാർ, KV പ്രശോഭ്, ചിത്രകാരൻ മുസ്തു മുസ്തഫ, സംഗീതജ്ഞൻ മുകുന്ദനുണി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2021-22, 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. തെക്കേക്കര ഗവൺമെന്റ് LP സ്കൂളിന് അനുവദിച്ച ക്ലാസ് മുറിയും ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് നിർമ്മാണവും പൂർത്തിയാക്കി സ്കൂളിന് സമർപ്പിച്ചു. ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ നിർവഹിച്ചു.
കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെക്കേക്കര ഗവൺമെന്റ് LP സ്കൂളിന് അനുവദിച്ച ക്ലാസ് മുറിയുടെയും ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ നിർവഹിച്ചു. സമൂഹത്തിലെ ഏറ്റവും അധികം പരിഗണന നൽകേണ്ട ജനവിഭാഗങ്ങൾ എന്ന നിലയിൽ കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേകിച്ചുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും ലഭ്യമാകുന്ന ഫണ്ടിന്റെ 5% നിർബന്ധമായും കുട്ടികൾക്കും. വൈസ് പ്രസിഡന്റ് K. മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CA വത്സല ടീച്ചർ, സ്ഥിരം സമിതി അംഗങ്ങളായ VA കോമളവല്ലി, N. കാർത്തിയായണി, TV സുധാകരൻ, MV പ്രീത, ഹെഡ് മിസ്ട്രസ് ജയന്തി മുത്തൽ, KV പ്രീത തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ചിത്രശില്പ പ്രതിഭകളായ KT നാരായണൻ മാസ്റ്റർക്കും P. പത്മനാഭൻ മാസ്റ്റർക്കും നാട് ഒരുക്കുന്ന ആദരവിന്റെ ഭാഗമായി സർഗമംഗല കുഞ്ഞിമംഗലം ദ്വിദിന ചിത്രകലാ ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ സമാപന പരിപാടി ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങര ഉദ്ഘാടനം ചെയ്തു. ചിത്രശില്പ പ്രതിഭകളായ KT നാരായണൻ മാസ്റ്ററിനും P. പത്മനാഭൻ മാസ്റ്ററിനും നാട് ഒരുക്കുന്ന ആദരവിന്റെ ഭാഗമായി സർഗമംഗല കുഞ്ഞിമംഗലത്തിന്റെ നേതൃത്വത്തിൽ ദ്വിദിന ചിത്രകലാ ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ സമാപന പരിപാടി ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങര ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ കുറച്ച് എൻ്റെ പ്രിയപ്പെട്ട കലാകാര സുഹൃത്തുക്കളോട് ഞാൻ വളരെ സ്നേഹം പങ്കിടുകയാണ്. അത് അത്രയും വർത്തഫുള്ളായി വർക്ക്. അതിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഏത് ഗാലറിയിലും നമുക്ക് അഭിമാനപൂർവ്വം കൊണ്ടുവെക്കാവുന്ന രീതിയിലുള്ള ഒരു വർക്കാണിപ്പോൾ ഈ ക്യാമ്പിൻ്റെ പ്രചരണ ഭാഗമായിട്ട് നിങ്ങൾ നടത്തിയത്. അത് തന്നെ ഈ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഗുരുനാഥന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട്. ഞാൻ ആദ്യമായിട്ടൊരു കുഞ്ഞുമംഗലത്തിലെ ആർട്ടിസ്റ്റിനെ കാണുന്നത് നാരായണ മാഷയാണ്. ചിത്രകാരന്മാരായ അനേഷ് ആര്യ, രോഷ്നി വിനോദ, പ്രേംബി ലക്ഷ്മണൻ, ബിജു എബി, രാജേഷ് CP, K. വൈശാഖ് എന്നിവർ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചു. MB തിലകൻ അധ്യക്ഷത വഹിച്ചു. VV സുരേന്ദ്രൻ, MV ബാബുരാജ്, സത്യൻ മുണ്ടയാട്ട്, C. മോഹനൻ, സുജാത ചന്ദ്രൻ, PM മധു, KK വിദ്യ, ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ വരച്ച ചിത്രങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും പ്രദർശിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പീരക്കാംതടം ശ്രീ മുത്തപ്പൻ മടപ്പുര കക്കോണി തിരുവപ്പന മഹോത്സവം നടന്നുവരുന്നു. തിരുവപ്പന മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പീരക്കാംതടം ശ്രീ മുത്തപ്പൻ മടപ്പുര കക്കോണി തിരുവപ്പന മഹോത്സവം ഫെബ്രുവരി 13, 14, 15 തീയതികളിലായാണ് നടക്കുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പുത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മടപ്പുരയിൽ എത്തിച്ചേർന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 14 രാത്രി അന്നദാനവും ഫെബ്രുവരി 15 പുലർച്ചെ തിരുവപ്പനയുടെ പുറപ്പാടും ഉച്ചയ്ക്ക് സമാപനവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. രാമന്തളി ശ്രീ കരപ്പാത്തറ കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 15, 16 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക മേഖലയ്ക്ക് പ്രധാന പരിഗണന നൽകി പയ്യന്നൂർ നഗരസഭ 2024-25 വാർഷിക ബജറ്റ്. 10 കോടിയോളം രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അവതരിപ്പിച്ചത്. പരിഗണന വേണ്ടവർക്കെല്ലാം ബജറ്റിൽ അർഹമായ തുക അനുവദിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. എന്നാൽ നഗരസഭയിൽ തുടർന്നു വരുന്ന ഭരണസ്തംഭനം ആവർത്തിക്കുമെന്ന് പുതിയ ബജറ്റിലൂടെ വ്യക്തമായെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. പാർട്ടി പറഞ്ഞാൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് K. സുധാകരൻ. 2 പദവികൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ പ്രയാസം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും K. സുധാകരൻ തളിപ്പറമ്പിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. BRCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ ഇൻക്ലൂസീവ് കായികമേളയുടെ അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കമായി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ട ഭാഗമായി പ്രസിദ്ധീകരിച്ച സുവനീർ കഴകസന്നിധിയിൽ പത്മശ്രീ അവാർഡ് ജേതാക്കളായ VP അപ്പുക്കുട്ട പൊതുവാൾ, EP നാരായണൻ പെരുവണ്ണാൻ, സത്യനാരായണ മണിയാണി എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.